കുറച്ച് വിവരദോഷികളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുമ്പിലെങ്കിലും നാണം കെടുത്താതിരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ഈ തരം താഴ്ത്തി കാണിക്കാതിരിക്കുക. നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് കാണിക്കുന്നത് വെച്ചിട്ട് ഇന്ത്യയിൽ എല്ലാവരും വിവരം കേട്ടവരാണെന്ന് മറ്റുള്ളവർ ധരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഓഗസ്റ്റ് 15 നിങ്ങൾ കാണുന്നത് ഓഗസ്റ്റ് 16 ആയിരിക്കും. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഈ വീഡിയോ കൊണ്ടുവരുന്നത് ചോദിക്കരുത്. ഒരു ഭാഗത്ത് കുറച്ച് കൗൺസിലർമാർ, ഒരു ഭാഗത്ത് കുറച്ച് MLA മാർ, ഒരു ഭാഗത്ത് കുറച്ച് മിനിസ്റ്റർമാർ, ഇവരുടെ എല്ലാവരുടെയും ഇന്നത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഗണമന വേഴ്സസ് വന്ദേ മാതരം. എന്തിനാണ് അങ്ങ് കേന്ദ്രത്തിൽ ഒരു ബില്ല് പാസ്സാക്കുന്നു, വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിച്ചിരിക്കണമെന്ന്. പക്ഷെ എല്ലാ സ്റ്റേറ്റുകളും അത് മാൻഡേറ്ററി ആയിട്ട് പാലിച്ചിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതാത് സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് തീരുമാനിക്കാം. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് വന്ദേ മാതരം പാടണം എന്നൊരു കൂട്ടം ആളുകൾ, ദേശീയ ഗാനം പാടണമെന്നും മറ്റൊരു കൂട്ടം ആളുകൾ. അല്ല, ഇതിനു മുമ്പ് സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ വന്ദേ മാതരം പാടിയിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതെവിടെയും പാടിയിട്ടുമില്ല. ഇനി പാടണമെന്നും നിർബന്ധവും ഇല്ല. പിന്നെ ഇത് മുഴുവനും പാടിയേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഈ വന്ദേ മാതരത്തിന്റെ തുടക്കത്തിലെ കുറച്ച് ലൈനുകൾ പോലും മര്യാദയ്ക്ക് പാടാൻ അറിയില്ല. കൂട്ടത്തിൽ പലരും ലിപ്സിംഗിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. അതിൽ കോഴിക്കോടുള്ള ഒരു കൗൺസിലർ ഈ ചടങ്ങിനൊക്കെ ശേഷം മീഡിയക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ വന്ദേ മാതരത്തിന് വന്ദേ ഭാരത് എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. അല്ല, ശരിക്കും പ്രതിഷേധിക്കേണ്ട ഒരു ദിവസമാണോ ഇന്ന്? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളായതുകൊണ്ടാണ് കുറച്ച് വിവരദോഷികളെന്ന് ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഇതിൽ ഏറ്റവും വിവാദമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നത്. ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് വന്ദേ മാതരം പാടുന്നു, മറ്റൊരു കൂട്ടം അവിടെ നിന്ന് ദേശീയഗാനം പാടുന്നു. രണ്ടുപേരും മത്സരിച്ച് ശബ്ദം ഉയർത്തി പാടുന്നു. അവസാനം ദേശീയഗാനം പാടി കഴിഞ്ഞോടെ മറ്റവരങ്ങ് പോയി. ഇവര് വന്ദേ മാതരം പാടി തീർത്ത് ദേശീയഗാനവും പാടി തീർത്തിട്ടാ പിരിഞ്ഞതെന്നാണ് ഇവര് തന്നെ പറയുന്നത്. അതിലൊരു കൗൺസിലറോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ദേശീയഗാന സമാപനത്തിലാണല്ലോ പാടുന്നത്, അതെന്തിനാണ് അവർ പാടിയത്? അവരാണ് കുറ്റം ചെയ്തത്. ഞങ്ങള് വന്ദേ മാതരം പാടി ദേശീയഗാനവും പാടിയാണ് പിരിഞ്ഞത്. അതെന്തുകൊണ്ട് നിങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? അല്ല, സത്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ അത് മനസ്സിലായിട്ടും മനഃപൂർവ്വം അതങ്ങ് മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ? അല്ല, എനിക്കറിയാത്തൊരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇലക്ഷനിൽ നിന്ന് വിജയിച്ചൊരു കൗൺസിലറൊക്കെ ആയത്? അല്ല, കേന്ദ്രത്തിൽ ഒരു ബില്ല് പാസ്സായി എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിൽ കിടന്ന് ഈ കയറ് പൊട്ടിക്കുന്നത്? നമ്മളുടെ തൊട്ടയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ഭംഗിയായിട്ട് സ്വാതന്ത്ര്യദിനം നടത്തിയത്. അവിടെയൊന്നും അവർക്കൊന്നും യാതൊരുവിധ പ്രശ്നമില്ല, വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ കേരളത്തിലേക്ക് വന്ന് നോക്കും, ഓരോ ഭാഗത്ത് ഓരോ പ്രശ്നങ്ങളാണ്. ഓരോ സംസ്ഥാനത്തുള്ള ഒരാള് കേരളത്തിൽ ഒരു മീഡിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കാരും ഓരോ ഭാഗത്ത് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കേരളത്തിന് ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം മുഴുവനായിട്ടും പാടണം എന്നുള്ള നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോയിട്ട് ഒരു വലിയ കൊടിമരം സ്ഥാപിക്കുക, എന്നിട്ട് അവിടെ ദേശീയ പതാക ഉയർത്തുക. എന്നിട്ട് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് വന്ദേ മാതരം മുഴുവനും പാടിക്കോ. നിങ്ങൾ ആവർത്തിച്ചിട്ട് പാടിക്കോ. ഒരു പ്രശ്നം വരുന്നില്ല ഇവിടെ. നിങ്ങൾ ഈ പ്രശ്നം പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് പ്രശ്നം. അപ്പോഴാണ് ഈ വിഷയം മീഡിയയിലേക്ക് വരുന്നത്. മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഈ വിഷയങ്ങൾ കാണുന്നത്, അന്യ സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും എന്ന് പോലും ചിലപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് ഇന്ത്യക്ക് മാത്രമല്ല, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. അത് നിങ്ങൾ ആരും മറക്കരുത്. ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കൊടി ഉയർത്തി, വെറുതെ ഈ വായിക്ക് വന്ന വഴി കോതപ്പാട്ട് എന്ന് പറയുന്ന പോലെ ദേശീയഗാനവും വന്ദേ മാതരവും ഒക്കെ തെറ്റിച്ചു പാടി, വെറുതെ ഈ ലഡു വിതരണം നടത്തി അതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് വിട്ട് ആഹ്ലാദിക്കാനുള്ളതല്ല. ഇതൊക്കെ ഒരുപാട് പേരുടെ ത്യാഗങ്ങൾക്കപ്പുറം കിട്ടിയ ഒരു സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങൾ ആരും മറക്കരുത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് നമ്മളൊക്കെ സ്വാതന്ത്ര്യദിനം ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇത്രയും വലിയൊരു കാര്യത്തിന് ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് വെറും വിവരക്കേട് കാണിച്ച് കേരളത്തെ തന്നെ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ് നിങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളാണ് ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത്. നിങ്ങൾ കേന്ദ്രത്തെ പിണക്കുവോ പിണക്കാതിരിക്കോ, നിങ്ങൾ ചേർത്ത് നിർത്താതിരിക്കോ, എന്താന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ കേരളത്തിന്റെ അഭിമാനത്തിലെ കോട്ടം തട്ടുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും, അതൊരു കൗൺസിലർ ആയാലും MLA ആയാലും മന്ത്രി ആയാലും ആര് തന്നെ ആയാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, തെറ്റുകാരാണ്. ഒന്നുകിൽ അത് ആവർത്തിക്കാതിരിക്കുക, അതിനായിട്ട് അവർക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുക. അവർക്ക് പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവരാണ്. വെറുതെ ഈ ക്യാമറയ്ക്ക് മുമ്പിലും ഈ ജനങ്ങളുടെ മുമ്പിലും വന്ന് വെറുതെ പൊട്ടത്തരം കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അടുത്ത തവണ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ മണ്ടത്തരം കാണിക്കുന്ന നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പാർട്ടി എന്നും പറഞ്ഞ് നടക്കുന്ന സമയത്ത് എന്റെ നാടിന് വേണ്ടി, എന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നു നോക്ക്. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ജനങ്ങൾ വോട്ട് കൊടുത്തും. അല്ലാതെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വന്ന് നിന്ന് കോമാളിത്തരം കാണിക്കുന്ന നിങ്ങൾക്കൊന്നും ആരും ഇനി വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഞാൻ ഇവിടെ പറയുകയാണ്. ഈ നാട് അത് ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് എന്റെയും നിന്റെയും നമ്മുടെ എല്ലാവരുടെയും നാടാണ്. ഈ നാടിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ, ഈ നാടിന്റെ അഭിമാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ആര് തന്നെ ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാവിധ അവകാശവും എനിക്കുണ്ട്. എന്റെ ഈ നാട്ടിൽ ഞാൻ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് എനിക്ക് അതിൽ അവകാശമുണ്ട്, പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞത്.